ശ്രീരാം, ഇപ്പോൾ പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ LDF BJP കൗൺസിലർമാർ തമ്മിൽ കയ്യാങ്കളിയാണ് എന്ന ഒരു റിപ്പോർട്ട് കണ്ടു. എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് LDF-ഉം BJP-യും തമ്മിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി എന്നാണ്. നടുത്തളത്തിലിറങ്ങി കൗൺസിലർമാർ ബഹളം വെക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാലക്കാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വിവിധ തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ആ വാർത്തകളിൽ പ്രധാനം 18ഓളം കൗൺസിലർമാർ കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന തരത്തിലുണ്ടായ ഒരു വാർത്തയാണ്. അതുമാത്രമല്ല, ഇതിൽ ചിലർ കോൺഗ്രസിന് വേണ്ടി വോട്ട് മറിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ പോലും പല ഘട്ടങ്ങളിലും ഉയർന്നു വരുന്നുണ്ട്. ഈ വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആരോപണ വിധേയരായത് പാലക്കാട് നഗരസഭയും കൗൺസിലർമാരുമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ പാലക്കാട് നഗരസഭയിലെ ചില കൗൺസിലർമാരെ സംബന്ധിച്ച് കൗൺസിലർമാർ കോൺഗ്രസിലേക്ക് പോവുകയാണ് എന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങൾ ഒക്കെ നിലനിന്നിരുന്നു. അപ്പോ ആ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ CPM അവിടെ ഉന്നയിച്ചിട്ടുണ്ടാവുക. അപ്പോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാനോ അല്ലെങ്കിൽ ഇന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നു BJP-യുടെ ദേശീയ കൗൺസിൽ അംഗം കൂടിയ N ശിവരാജൻ ചേട്ടനാണ്. പുള്ളി വളരെ പ്രായമായ ഒരു പ്രവർത്തകനാണ് അവിടുത്തെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് പറഞ്ഞാലും ആൾക്കാർ അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ച് തള്ളിക്കളയുന്ന കാര്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയായിരിക്കും ഒരുപക്ഷെ BJP നേതൃത്വം ഇത്രയും കാലം അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടിക്കോ അല്ലെങ്കിൽ അദ്ദേഹം പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അച്ചടക്ക നടപടിക്കോ ഒന്നും മുതിർന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അതിന് കടന്നുകൊണ്ട് ഇന്നലെയൊക്കെ ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ അരമണിക്കൂർ 1 മണിക്കൂർ ഇടവിട്ട് ഓരോ മാധ്യമങ്ങളോടും അദ്ദേഹം മാറി 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 സംസാരിക്കുന്നത് കണ്ടു. അപ്പോ അത് തീർച്ചയായും ഇതിനു മുമ്പും അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിന് മുമ്പ് തന്നെ ആരാകണം സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത്തരത്തിൽ ചില ക്യാമ്പയിനുകൾ നടത്തി. സന്ദീപ് വാര്യരുടെ വിഷയം വന്ന സമയത്ത് അദ്ദേഹം പാർട്ടിയിൽ സന്ദീപ് വാര്യരെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയെന്ന വ്യാജേനയോ അതോ നടത്തിയിട്ടുണ്ടോ നമുക്കറിയില്ല. അദ്ദേഹം അവിടെ കുറച്ചു കാലം ആ തരത്തിൽ സന്ദീപ് വാര്യർ പോവില്ല എന്നൊക്കെ പറഞ്ഞു. പോയ ശേഷം സന്ദീപ് വാര്യരെ തള്ളി പറയും നമ്മൾ കണ്ടു. പക്ഷെ ഇതിന്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവരെല്ലാം സജീവമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമായി നിന്ന ശേഷം പാലം ഭരിക്കുകയായിരുന്നു. അവിടെയാണ് ഈ സംശയമുള്ളത്. അതായത് ഇപ്പോ ഈ വിയോജിപ്പ് പുറത്തു പറഞ്ഞുകൊണ്ട് വന്ന പ്രമീള ശശിധരൻ എന്ന് പറയുന്ന വൈസ് ചെയർപേഴ്സൺ 2 തവണ ചെയർമാനായ ആളാണ്. അവർ തന്നെ അവരുടെ പേര് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. MLA ഞാൻ മത്സരിച്ചോളാമെന്ന് അവർ തന്നെ പറഞ്ഞു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അധികാരമോഹമാണോ പറയിപ്പിച്ചതെന്ന കാര്യത്തിൽ പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും പാർട്ടിയുടെ അച്ചടക്കം അവർ ലംഘിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ പ്രത്യേകിച്ച് നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിരിക്കുന്ന ഒരാൾ BJP-യുടെ സംസ്ഥാന സമിതി അംഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്കെതിരെ എന്തായാലും നടപടി വരാനുള്ള സാധ്യതയുണ്ട്. പരസ്യമായ രീതിയിൽ പ്രശ്നങ്ങളെ അത്തരത്തിൽ പുറത്തു പറയുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ നോക്കൂ, നമുക്കറിയാം ശോഭാ സുരേന്ദ്രനൊക്കെ വളരെ സേഫായി നിന്ന് അണികളെ മനസ്സിലാക്കാത്ത രീതിയിലാണ് പാർട്ടിക്കെതിരെ പ്രകമ്പനം നടത്തുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റുള്ളവരോട് പറയുന്ന രീതിയിൽ പറയുന്നത് മുഴുവൻ പാർട്ടിക്കകത്തേക്കാണെന്ന് നമുക്ക് അവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ അത് വളരെ തന്ത്രപരമായി നമ്മൾ വാക്കുകൾ കൂട്ടിവെച്ച് നോക്കുകയാണെങ്കിൽ അവർ പറയുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് തോന്നുന്നെങ്കിലും അത് ഒളിയമ്പുകളാണ് എന്ന് നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് അടക്കം അറിയുന്ന കാര്യമാണ്. അത് തന്ത്രപരമായി നിൽക്കൊണ്ട് പോലും അവർക്ക് പാർട്ടിയിൽ നിലനിൽക്കാനും അറിയാം. പക്ഷെ അവർ പറയുന്നത് കേട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരുമായി ഏറ്റവും അടുപ്പമുള്ള രീതിയിൽ നിൽക്കുന്ന 2 പേരാണ് ഈ ശിവരാജേട്ടനും പ്രമീള ശശിധരനും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ പറയുന്നത് കേട്ടുകൊണ്ട് എടുത്തിയാടിയ ഇവർ 2 പേരുമാണ് ഇപ്പോൾ കഷ്ടത്തിലായിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവർ പറഞ്ഞുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എടുത്തു ചാടിയത്. ഞാൻ എന്റെ മാധ്യമപ്രവർത്തകരുടെ കണ്ണിൽ നിന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇവർ 2 പ്രതിസന്ധിയിലായിരിക്കുന്നു. ഇനി ഏതെങ്കിലും കൗൺസിലർമാരും അത് കേട്ടുകൊണ്ട് എടുത്തു ചാടിയാൽ അടുത്ത 6 വർഷത്തേക്ക് മത്സരിക്കാനൊന്നും കഴിയില്ല. പാർട്ടി നടപടി നേരിടേണ്ടി വരും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഏറ്റവും കൂടുതൽ അച്ചടക്കമുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രവർത്തകരും പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള സംവിധാനം ഉള്ളപ്പോൾ എന്തിനാണ് പൊതുരംഗത്ത് വന്ന് ഇത്തരത്തിലുള്ള അലക്കലുകൾ നടത്തുന്നതെന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഈ പൊതുരംഗത്തുള്ള അലക്കലുകൾക്ക് ആക്കം കൂട്ടുകയും പല സമയങ്ങളിൽ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് വാർത്ത ചെയ്യുകയും ചെയ്തത് പല മാധ്യമങ്ങളും ഉറവിളി കൂട്ടി വാർത്ത ചെയ്യിപ്പിക്കാൻ അതിന്റെ പിന്നിൽ വ്യക്തമായ ലക്ഷ്യമുണ്ട്. അത് എന്താണെന്ന് കേരളത്തിലെ നേതൃത്വവും കേന്ദ്ര നേതൃത്വവും കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ഒരാൾക്ക് വേണ്ടി മാത്രം നിരന്തരം വർഷങ്ങളായി വാർത്ത ചമയ്ക്കുകയും വാർത്ത ഉണ്ടാക്കുകയും അവരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ആരെങ്കിലും വാർത്ത ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അത് അവരുടെ താല്പര്യവും അവര് ഏതെങ്കിലും രീതിയിൽ അത്തരത്തിലുള്ള താല്പര്യങ്ങൾക്ക് മറ്റു മാധ്യമങ്ങളെ കൂടി വശംവദയാക്കുന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ഒരു കടമയുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ചിലർ വന്ന് ചോദിക്കും എനിക്ക് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമുണ്ടോ? ഞാൻ ഒരിക്കലും എന്റെ വ്യക്തിവൈരാഗ്യങ്ങൾ എനിക്ക് ആരോടെങ്കിലും ലോകത്ത് ആരോടെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടെങ്കിൽ അത് വാർത്തയിലോ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രകടിപ്പിക്കുന്ന ഒരാളെ അല്ല ഞാൻ. എന്റെ വ്യക്തിവൈരാഗ്യങ്ങൾ ഒന്നും തന്നെ വ്യക്തിവൈരാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ സാധാരണഗതിയിൽ അങ്ങനെ പ്രകടിപ്പിക്കാറുമില്ല. വ്യക്തിവൈരാഗ്യങ്ങൾ ഞാൻ അവരെ ഒന്നുകിൽ എനിക്ക് എന്തെങ്കിലും തരത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നവരാണെങ്കിൽ അവരെ നിയമത്തിന്റെ വഴിയിലൂടെ നേരിടും. അല്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ സാധാരണഗതിയിൽ ഞാനൊരു നല്ല വിശ്വാസിയാണ്. ദൈവത്തിന് കൊടുക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്.
അപ്പോ അത് ദൈവം അതിന് പ്രകൃതിയല്ലേ, പ്രകൃതിക്ക് നിയമമുണ്ട്. അതുകൊണ്ട് ആ നിയമം അത് നടപ്പിക്കോളുമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇത്തരം വ്യക്തിവൈരാഗ്യങ്ങളൊന്നും പറയാൻ വേണ്ടി ചാനലോ എന്റെ ജോലിയോ എന്റെ തൊഴിലോ ഞാൻ അത് ഉപയോഗിക്കാറില്ല. എന്റെ തൊഴിലിന് ഏറ്റവും കൂടുതൽ, അതായത് ഞാൻ എവിടെ നിൽക്കുന്നോ അവിടെ, ഇപ്പോൾ രാഷ്ട്രീയത്തിലാണെങ്കിൽ രാഷ്ട്രീയത്തിൽ, ഞാൻ സംഘടനയുടെ ഭാഗമായിരുന്നപ്പോൾ സംഘടനയുടെ ഭാഗമായി നിന്നു. അതിനുശേഷം ഇനി എവിടെ നിൽക്കാനും തീരുമാനിക്കുന്നു. ഇപ്പൊ ഞാൻ പത്രപ്രവർത്തനമാണ് ചെയ്യുന്നത്. അപ്പോൾ എന്റെ പത്രപ്രവർത്തനം എന്റെ കരിയറിലോ അല്ലെങ്കിൽ അങ്ങനെ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് സപ്പോർട്ട് ചെയ്യാനോ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ എന്റെ വാക്കുകളെ വിശ്വാസ്യത ഇല്ലാതാക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില കമന്റുകൾ ചെയ്യാറുണ്ട്. ഞാൻ പറയുന്നത് ഫാക്ട് ആണ്. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങൾക്കും അറിയാം, എന്തെങ്കിലും തെളിവുകളോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ എന്റെ കയ്യിലില്ലാതെ ഒരിക്കലും, അതായത് നിയമപരമായി ഈ പറയപ്പെടുന്ന ആരോപണങ്ങൾ ഏതെങ്കിലും തരത്തിൽ എന്നെ ഏതെങ്കിലും രീതിയിൽ എന്നെ ഏതെങ്കിലും രീതിയിൽ പ്രതിരോധത്തിലാക്കാൻ വന്നാൽ അത് നേരിടാനുള്ള നിയമപരമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്റെ കയ്യിൽ ഇല്ലാതെ ഞാൻ ഇത്തരത്തിൽ സംസാരിക്കില്ല എന്ന് എന്നെ അറിയുന്ന മാധ്യമ പ്രവർത്തകർക്ക് എല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ വ്യക്തമായ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുന്നത്. എന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. എനിക്ക് വ്യക്തമായി ഈ വിഷയങ്ങളെ കുറിച്ച് കേന്ദ്രത്തിന്റെയുമായി ബന്ധപ്പെട്ടുമൊക്കെ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ചില ധാരണകളും ചില അറിവുകളും ഒക്കെ ഉള്ളതുകൊണ്ട് അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ സോഷ്യൽ മീഡിയ ബഹളം വെച്ചാലോ ഏതെങ്കിലും ഓൺലൈൻ ചാനലുകാർ നാട്ടുകാരെ ഇളക്കി വിടും. ഈ ഓൺലൈൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൾക്കാർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഫോണുകളിലൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഈ പറയുന്നതൊക്കെ അങ്ങ് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ചില കൂട്ടരുണ്ട്. പക്ഷെ അതല്ലല്ലോ സംഘടനയുടെ തീരുമാനം. സംഘടന ഇതെല്ലാം കൂടി വിലയിരുത്തിയ ശേഷം, ഒരാളുടെ എല്ലാ തരത്തിലുമുള്ള ഇടപാടുകൾ വിലയിരുത്തിയ ശേഷമായിരിക്കുമല്ലോ സംഘടന ഒരാളെ മാറ്റി നിർത്തണോ, സംഘടന പദവി ഏൽപ്പിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് സംഘടനയ്ക്ക് വ്യക്തമായി തന്നെ. അതും RSS പോലുള്ള സംഘടനയ്ക്കും BJP പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അത് മനസ്സിലാക്കാനുള്ള വ്യക്തമായ ശേഷിയുള്ളത് കൊണ്ട് തന്നെയാണ് സുരേന്ദ്രനെ അവിടെ നിലനിർത്തുന്നതും അല്ലെങ്കിൽ മറ്റൊരാളെ ആ സ്ഥാനത്തേക്ക് അവരോധിക്കാത്തതും ഒക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാന പ്രസിഡന്റിനെ മാറ്റിവെക്കുന്നതും ഒക്കെ അതുകൊണ്ടാണല്ലോ. എന്തായാലും സുരേന്ദ്രന്റെ കാലാവധി കഴിയാൻ പോകുന്നു. പക്ഷെ സുരേന്ദ്രൻ ഇരുന്ന സമയത്ത് ആരൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചും പ്രചരണം നടത്തിയാലും വോട്ടിംഗ് പെർസെന്റേജിന്റെ കാര്യത്തിലാണെങ്കിലും സീറ്റുകളുടെ കാര്യത്തിലാണെങ്കിലും MP സീറ്റ് കിട്ടിയതടക്കമുള്ള കാര്യങ്ങളും ഒക്കെ അദ്ദേഹം വളരെ മുൻപന്തിയിലേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന തിരിച്ചടി കാരണം അദ്ദേഹത്തെ മാറ്റിയാലും തിരിച്ചടി ഉണ്ടാകും, അത് മാറ്റുമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള സംവിധാനം ഉണ്ടായില്ല. ഇപ്പോൾ കൃഷ്ണകുമാറിനെ കരുവാക്കിക്കൊണ്ട്, കൃഷ്ണകുമാർ ഒരു സ്ഥിരം സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണകുമാർ ആദ്യമായാണ് നിയമസഭാ സീറ്റിൽ പാലക്കാട് മത്സരിക്കുന്നത്. ഇതിനു മുമ്പ് കൃഷ്ണകുമാർ 2 തവണയും മത്സരിച്ചത് തൊട്ടടുത്ത മലമ്പുഴയിലായിരുന്നു. ഒരു തവണ MP സ്ഥാനത്തിന് മാത്രമാണ് അവിടെ മത്സരിച്ചിട്ടുള്ളത്. അത് പിന്നീട് മത്സരിച്ചിട്ടുള്ളതെല്ലാം നഗരസഭയിലാണ്. നഗരസഭയിൽ മത്സരിച്ച എല്ലായിടത്തും വിജയിച്ച ഒരാളാണ് കൃഷ്ണകുമാർ. അപ്പൊ കൃഷ്ണകുമാർ മോശം സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു അംഗം ഉണ്ടാക്കി കൃഷ്ണകുമാറിനെ പാലം വലിച്ച് സംസ്ഥാന പ്രസിഡന്റ് അവിടെ മുഴുവൻ സമയവും അദ്ദേഹം അവിടെ നിന്ന് പ്രവർത്തിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കുറ്റമായി ആരോപിക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ കുറ്റമാണോ, കൂടെ പ്രവർത്തിച്ചവരുടെ കുറ്റമാണോ, കാല് വലിച്ചവരുടെ കുറ്റമാണോ എന്ന് കേന്ദ്രം കണ്ടുപിടിക്കും. ആരാണ് ഇതിലെ യഥാർത്ഥ വില്ലൻ അല്ലെങ്കിൽ വില്ലത്തി എന്ന് തീർച്ചയായും കേന്ദ്രം വിലയിരുത്തും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നീക്കങ്ങൾ. സാധാരണക്കാരെ, പാവങ്ങളെ ഇളക്കി വിടാനുള്ള സംവിധാനമായി ഓൺലൈൻ മാധ്യമങ്ങൾ കാണുന്നവർ ശ്രദ്ധിക്കുക. ഈ ഓൺലൈൻ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കോ BJPയുടെ ആഭ്യന്തര പ്രശ്നത്തിലോ BJP അധികാരത്തിൽ വരണമെന്നോ ആഗ്രഹമുള്ളവരല്ല. ആഗ്രഹമുള്ളവർ സാധാരണക്കാരാണ്. അവർ വൈകാരികമായി ഇത്തരത്തിൽ ഏതെങ്കിലും ചാനൽ കണ്ടുകൊണ്ട് പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ട കാര്യം. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നേതാക്കന്മാർക്കും, നരേന്ദ്രമോദിയെ പോലെയുള്ള അമിത്ഷായെ പോലുള്ള ആൾക്കാർ ഇരിക്കുന്നിടത്ത് അങ്ങനെയൊന്നും പെട്ടെന്ന് ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയില്ലെന്ന് ഒരു നേതാവിനും അങ്ങനെ പ്രകമ്പനം ഉണ്ടാക്കിക്കൊണ്ടൊന്നും കബളിപ്പിക്കാൻ കഴിയില്ല. അവർക്കൊക്കെ കൃത്യമായ കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരാണ്. അതെങ്കിലും നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്.